റായ്ബറേലി എന്ന ലോക്സഭാ മണ്ഡലത്തിൽ 3,90,000 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തവണ വിജയിച്ചത്. കഴിഞ്ഞ തവണ 1,56,000 വോട്ടുകൾക്ക് മാത്രം ജയിച്ച സോണിയാഗാന്ധി നിലനിർത്തുന്ന കോൺഗ്രസിൻ്റെ ശക്തമായ ഉരുക്കുകോട്ട ഇത്തവണ രാഹുൽ ഗാന്ധി അതിൻ്റെ ഇരട്ടിയിലേറെ ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം നിലനിർത്തുകയായിരുന്നു. ഒപ്പം കിഷോരിലാൽ ശർമ്മയിലൂടെ അമേഠി തിരികെ കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധിക്കാണ് വയനാട് നിലനിർത്താനുള്ള ദൗത്യം രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സർവാത്മന ശക്തിയോടുകൂടി തന്നെ, ഉയർന്ന ഭൂരിപക്ഷത്തോടു കൂടി തന്നെ നിലനിർത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 3,64,000 ആയിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ കിട്ടിയ ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നത് 4,31,000 വോട്ടുകളാണ്. ഇക്കുറിയും രാഹുൽ ഗാന്ധിക്ക് മികച്ച രീതിയിലുള്ള മുന്നേറ്റം തന്നെയായിരുന്നുവെങ്കിലും താരതമ്യേന പോളിംഗ് കുറവായിരുന്നു പല മണ്ഡലങ്ങളിലും എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഉണ്ടായ ഏറ്റക്കുറച്ചിലാണ്. അതല്ലാതെ വിന്നിംഗ് പെർസെൻറ്റേജ്, അതായത് വിജയ ശതമാനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും കിട്ടിയ വോട്ടിൻ്റെ കാര്യത്തിലായിരുന്നാലും, അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ ശതമാനത്തിലായിരുന്നാലും രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ വോട്ട് കിട്ടിയതേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രിയങ്കയ്ക്ക് ഏറെ അനുകൂലമാണ്. LDF ഇത്തവണ, അതായത് CPI ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ള കാര്യത്തിൽ അവർ ഒരു പ്രധാന തീരുമാനമെടുത്തിട്ടില്ല. മത്സരം ഇന്ത്യ മുന്നണിയും BJPയും തമ്മിൽ തന്നെ ആയതുകൊണ്ട് വയനാട്ടിൽ ഇനിയും സ്വയം അപഹാസ്യരാകാൻ CPIക്ക് താല്പര്യമില്ല. ആനി രാജ പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധിയാണ് വന്നിരിക്കുന്നതെങ്കിൽ CPI മത്സരിക്കണമോ വേണ്ടതെന്ന് ഒന്നുകൂടി ആലോചിക്കേണ്ടതായുണ്ട്. അതിന് കാരണമാകുന്ന ലോക്സഭയിൽ രാഹുൽ ഗാന്ധി എന്നത് CPIയുടെ മാത്രമല്ല, പ്രതിപക്ഷ നിരയിലുള്ള സർവ്വ പാർട്ടികളുടെയും നേതാവാണ്. അതിൽ കുറച്ചുകൂടി കരുത്ത് പകരാൻ, അതിനിന്തരം പകരുന്ന രീതിയിലുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പ്രിയങ്ക വയനാട്ടിലേക്ക് വരുന്നത്. അതിൽ വലിയ തോതിൽ അള്ളുവയ്ക്കാൻ CPI കൂടി ശ്രമിച്ചാൽ അത് ആത്മഹത്യാപരമാണെന്ന് CPIക്ക് തന്നെ ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുപ്പിൽ അനാവശ്യമായ ഒരു പ്രക്രിയയിലേക്ക് പോകാൻ തീരെ താല്പര്യം കാണിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഈ പാർട്ടിയെ ചോദ്യം ചെയ്യാതിരിക്കുകയുള്ളൂ. കോൺഗ്രസിനെതിരെ വെറുതെ അന്ധമായ കോൺഗ്രസ് വിരോധം കാണിച്ച് മത്സരിക്കാൻ CPIക്ക് താല്പര്യമില്ലെങ്കിൽ CPM ആ മണ്ഡലം ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യവും കണ്ടറിയേണ്ട കാഴ്ച തന്നെയാണ്. എങ്ങനെ വന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയരുകയല്ലാതെ കുറയുകയില്ല എന്നുള്ളതാണ് സർവേ റിപ്പോർട്ട്.